മിശിഹായിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, ഏവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരുകയാണ്. അന്ത്യത്താഴ വേളയിൽ ക്രിസ്തു ചെയ്ത രണ്ട് സുപ്രധാന സംഭവങ്ങളെയാണ് ഇന്നത്തെ ദിവസം തിരുസഭാ മാതാവ് വചന വിചിന്തനത്തിനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് നൽകുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതായിട്ട് വിവരിക്കുമ്പോൾ, സമാന്തര സുവിശേഷങ്ങളിൽ അപ്പത്തെയും വീഞ്ഞിനെയും എടുത്ത് പ്രസ്താവിക്കുന്ന വ്യാഖ്യാന വചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. ഇതിലൂടെ ഈശോ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പെസഹ എന്ന വാക്കിനർത്ഥം കടന്നു പോകുക എന്നാണ്. വെള്ളിയാഴ്ചയിലെ വ്യാഴാഴ്ചയെ സാധാരണയായിട്ട് നമ്മൾ വിളിക്കുക മൗണ്ടി തേഴ്സ്ഡേ എന്നാണ്. ഈ ഒരു പദം ഉത്ഭവിച്ചിരിക്കുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഇതിന് അർത്ഥം കമാൻഡ്മെന്റ് എന്നാണ്. ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഉടമ്പടി നൽകുന്നു. എന്താണ് ആ ഉടമ്പടി? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. പഴയ നിയമത്തിന്റെ ചരിത്രത്തെ നമ്മൾ ഒന്ന് ഇരുത്തി പരിശോധിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത അല്ലെങ്കിൽ യഹൂദ ജനത പെസഹ തിരുനാള് ആചരിച്ചിരുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ലഭിക്കും. ഇസ്രായേൽ ജനത ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുനീരും വിലാപവും ദൈവസന്നിധിയിലേക്ക് ഉയരുകയും ദൈവം മോശയെ അയച്ചുകൊണ്ട് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ സമൂഹത്തെ വാഗ്ദാന ഭൂമിയിലേക്ക് ദൈവം നയിച്ചതിന്റെ ഒരു ഓർമ്മയുടെ ആചരണമായിട്ടാണ് പഴയ നിയമ ജനത അല്ലെങ്കിൽ യഹൂദ ജനത പെസഹ ആചരിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ പെസഹ എപ്രകാരമാണ്? പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം വിഭാവനം ചെയ്ത ഒരു രക്ഷാകര പദ്ധതിയാണ് പുതിയ നിയമത്തിലെ പെസഹ. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ പെസഹായുമായും പുതിയ നിയമത്തിലെ പെസഹായ്ക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. എങ്ങനെയാണ് പെസഹ ആചരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പഴയ നിയമത്തിലെ പല പുസ്തകങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നുണ്ട്. നീസ മാസം 10-ാം തീയതി ഒരു കുഞ്ഞാടിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഈ കുഞ്ഞാടിനെ തീറ്റയും വെള്ളവും നൽകി പരിപോഷിപ്പിച്ച് അതിനെ ദേവാലയത്തിൽ സമർപ്പിക്കണം. ഈ ദേവാലയത്തിൽ സമർപ്പിച്ച ഈ കുഞ്ഞാടിനെ അവിടെയുള്ള പുരോഹിതരും ലേവായരും പരിശോധിക്കും. അത് ഊനമറ്റതാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ഊനമറ്റ കുഞ്ഞാടിനെ മാത്രമേ ഇവർക്ക് ബലിയർപ്പിക്കുവാൻ അനുവാദമുള്ളൂ. ഈ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുകയും ഈ കുഞ്ഞാടിന്റെ രക്തമെടുത്ത് ജെറുസലേം ദേവാലയത്തിലെ ബലിപീഠത്തിന് കീഴെ ഒഴിക്കുകയുമാണ് ഒരു അനുഷ്ഠാനം. അതിനുശേഷം ഈ ബലിമൃഗത്തെ കുരിശാകൃതിയിൽ നിർത്തി ചുട്ടെടുക്കുകയും ആ മാംസമാണ് യഹൂദ ജനത പെസഹ തിരുനാളിൽ ഭക്ഷിച്ചിരുന്നത്. പെസഹ തിരുനാളിൽ അർപ്പിക്കുന്ന ബലിമൃഗത്തെയാണ് പെസഹ തിരുനാളിൽ യഹൂദ ജനത ഭക്ഷിച്ചിരുന്നത്. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം, എന്തുകൊണ്ടെന്ന നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ നിയമത്തിലെ പെസഹ തിരുനാളിലെ ബലിമൃഗം ക്രിസ്തുവാണെന്ന് വിശുദ്ധ ലിഖിതം തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സ്നാപയോഹന്നാന്റെ അടുക്കിലേക്ക് വരുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവൻ ഉദ്ഘോഷിക്കുന്നു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഓശാന തിരുനാളിൽ വാദ്യാഘോഷങ്ങളോടുകൂടെ ആരവങ്ങളോടുകൂടി ജൈവിളികൾക്കുടെ മധ്യേ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേമിലേക്ക് കടന്നു വരുന്ന, ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇതിന്റെ മറ്റൊരു ഭാഗം? ക്രിസ്തു തന്നെ അർപ്പിക്കുകയാണ്, ദേവാലയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഇതാ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞാടായിട്ട് ക്രിസ്തു തന്നെ ദേവാലയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നത് യഹൂദരും ഫരിസയരിലും ക്രിസ്തുവാകുന്ന കുഞ്ഞാടിന്മേൽ എന്തെങ്കിലും കുറ്റമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. അവർ കുറ്റമൊന്നും ആരോപിക്കാൻ കഴിയുന്നില്ല. കറകളഞ്ഞ ഒരു കുഞ്ഞാടായിരുന്നു ക്രിസ്തു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ എല്ലാ രഹസ്യഭാവങ്ങളും അന്ത്യത്താഴ വേളയിൽ നിഴലിച്ചിരുന്നു.
പഴയ നിയമത്തിലെ പെസഹ ഇസ്രായേൽ ജനതയെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ അനുസ്മരിക്കുന്നതാണെങ്കിൽ, പുതിയ നിയമത്തിലെ പെസഹ മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഇടപെട്ടതിന്റെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ അനുസ്മരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമായി പുതിയ നിയമത്തിലെ പെസഹായായ വിശുദ്ധ കുർബാന നിലകൊള്ളുകയാണ്. പാപത്തിന്റെയും ശാപത്തിന്റെയും പിടിയിൽ നിന്ന് ഒരു വ്യക്തി മോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ നിയമത്തിലെ പെസഹായായ വിശുദ്ധ കുർബാനയെ അവൾ സ്വീകരിക്കുവാൻ ബാധ്യസ്ഥയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരേണ്ട ഇടമെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെയാണ്. ഈ വിശുദ്ധ കുർബാനയിലുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, സഭയിൽ ഇന്ന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അതിലൊരു വലിയൊരു പ്രതിസന്ധി വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള വലിയൊരു പ്രതിസന്ധിയാണ്. ക്രിസ്തുവിന്റെ പല പഠനങ്ങളെ കുറിച്ച് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ക്രിസ്തു പഠിപ്പിച്ചപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാവുകയും അവർ ഇറങ്ങിപ്പോവുകയും ചെയ്തത് വിശുദ്ധ കുർബാനയെ കുറിച്ച് ക്രിസ്തു പഠിപ്പിക്കുമ്പോഴാണ്. ഇത് കഠിനമാണ്, ഇത് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ശിഷ്യന്മാര് ക്രിസ്തുവിനെ അനുഗമിച്ചിരുന്നവര് പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്നും അത് സഭയിൽ തുടരുന്നുണ്ട്. പൈശാചിക ശക്തികൾക്ക് വളരെ വ്യക്തമാണ് വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടെന്നും വിശുദ്ധ കുർബാനയെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ക്രൈസ്തവ ജീവിതം തകരുമെന്നും നമ്മളെക്കാൾ വളരെ വ്യക്തമായിട്ടുള്ളത് ഈ പൈശാചിക ശക്തികൾക്കാണ്. അതുകൊണ്ടാണ് ഇവരെപ്പോഴും വിശുദ്ധ കുർബാനയെ ഉന്നം വെച്ചുകൊണ്ട് പല സംഭവങ്ങളും നടക്കുന്നത്, പല സംഭവങ്ങളും അരങ്ങേറുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതുപോലെ തന്നെ ഇന്നേ ദിവസം ഈശോ സ്ഥാപിക്കുന്ന മറ്റൊരു കുദാശയാണ് പൗരോഹിത്യം എന്ന കുദാശ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിയൊരു ദാനമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു ദാനമാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. പൗരോഹിത്യം എവിടെയെല്ലാം തകരപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം സഭയും തകരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു പുരോഹിതൻ പരാജയപ്പെടുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് ക്രിസ്തു തന്നെ എന്നുള്ള ഒരു വലിയൊരു ബോധ്യം ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഒരു പുരോഹിതൻ ഒരു കൊമാളിയായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്, ഒരു പൊളിറ്റിക്കൽ സിനാരിയാണ് ഇന്നത്തെ കാലത്തുള്ളത്. അവിടെയെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രഘോഷിക്കുവാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിലെ, നമ്മുടെ ജീവിത യാത്രയിലെ ഒരുപാട് പുരോഹിത ജന്മങ്ങൾ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകും. നമുക്ക് മാമുദീസ നൽകിയവരും, നമുക്ക് ആദ്യ കുർബാന നൽകിയവരും, നമ്മെ കുംസാരിപ്പിക്കുന്നവരും, നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ, ആത്മീയ യാത്രയിൽ നമ്മെ കൈപിടിച്ച് നടത്തുന്നവരുമായ ഒരുപാട് പുരോഹിത ജന്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. അവയെല്ലാം ഓർക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു ദിനമായിട്ട് കൂടി ഇന്നത്തെ ദിവസത്തെ നമ്മൾ കാണണം. ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും കണ്ണുനീരിന്റെ ഫലമാണ് ഓരോ പുരോഹിത ജനവും. ദൈവത്തിന് വേണ്ടി ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി തീരുവാൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൂടി ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും ദൈവം ഈ ഭൂമിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിലെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട്, ക്രൈസ്തവ ജീവിതത്തിന് അടിസ്ഥാന ശരിയായ വിശുദ്ധ കുർബാനയിൽ ശരണം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.